എന്താ അമ്മച്ചി ഭയങ്കര ബിസിയാണല്ലോ. ആ എന്താ ഇത്തിരി ബിസിയാണ്, പരീക്ഷ ഉണ്ടെന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ പോകുന്നതിന് മുമ്പേ ചോറൊക്കെ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം ഇന്നെന്താ വെച്ചാൽ കണ്ടേ സെക്കൻഡ്. അപ്പോൾ ദാ അച്ചാറിടാൻ വേണ്ടി മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ ദാ നല്ല അടിപൊളി ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു. ആവി വരുന്നല്ലേ. ചിക്കൻ കറി വെന്തുകൊണ്ടിരിക്കുന്നു. ഇത് തേങ്ങാച്ചോറ്, ഇത് പരിപ്പും ഒക്കെ വേവിച്ച് വെച്ചേക്കുന്നതിന് തേങ്ങ അരച്ച് എൻ്റെ മുഖത്തല്ലേ ഇപ്പോട്ടെ ഇതിനകത്ത് പരിപ്പൊക്കെ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് കറിക്ക് വേണ്ടി ഇതിൽ തേങ്ങാച്ചോറ്, ഇത് ചിക്കൻ കറി. പിന്നെ സാലഡ്, മാങ്ങാച്ചാറ്. അപ്പോൾ എല്ലാം ഷടപടയിൽ തീർത്തിട്ട് 1:30 എക്സാമിന് പോകണം. പിന്നെന്താ നാളെ ഞങ്ങളൊരു യാത്ര പോവുകയാണ്. വെക്കേഷനായിട്ട് എവിടെയും കൊണ്ടുപോയില്ല പിള്ളേരെ. എവിടെയാണെന്ന് പറയട്ടെ? വേണ്ട ഇപ്പൊ പറയാം. ഞാൻ പറയും. ഇപ്പൊ പറയണ്ട, അത് നമുക്ക് പോകുന്ന സ്ഥലം കെ വെച്ചുള്ള ഒരു സ്ഥലമാണ്. ദൂരെയൊന്നുമല്ല കേട്ടോ, ഇന്റർനാഷണൽ ഒന്നും അല്ല, കെ വെച്ച് ഡബ്ല്യു വെച്ച് ഓ വെച്ച്. നമ്മൾ പാവങ്ങള് അയാൾ ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നാളെ തൊട്ട് എന്തായാലും ഇനി വീഡിയോസ് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് പോയെന്നൊക്കെ ഉള്ളത്. അപ്പം കഴിഞ്ഞ വർഷവും ഞങ്ങൾ അവിടെ തന്നെയാണ് പോയത്. ഇപ്പം ഏകദേശം എല്ലാവർക്കും പിടികിട്ടി കാണും. കഴിഞ്ഞ വർഷം പോയതിൽ നിന്നും ഒരു സ്ഥലം കൂടെ കൂടുതൽ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ആകപ്പാടെ കൈയൊടിഞ്ഞു പോകും കുഞ്ഞിൻ്റെ, അങ്ങനെയൊക്കെ. പിന്നെ പെട്ടെന്ന് വലിയൊരു ഇതില്ലായിരുന്നു, ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങ് വന്നു. കൈ ഒടിഞ്ഞാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു ഇതാണ്. അതുകൊണ്ട് ഈ വർഷം അങ്ങോട്ട് പോകുമ്പോഴും ഒരു വിഷമമുണ്ട്. എന്നാലും സാരമില്ല, എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പം നാളത്തേക്കുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒരു 5-6 ഡേ വിശേഷങ്ങളൊക്കെ നമുക്കിനി വീഡിയോകളിലൂടെ കാണാം. അപ്പം ഞാൻ ഫുൾ വ്ലോഗ് ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എല്ലാ ദിവസവും Day 1, Day 2, Day 3 എന്നൊക്കെ പറഞ്ഞ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇട്ടാൽ എല്ലാവരും കയറി കാണണം. ഇടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. പിന്നെന്താ, അപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊരു പരീക്ഷ ഉണ്ട്. പരീക്ഷയ്ക്ക് പോയിട്ട് വന്നിട്ട് വേണം പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട്. കാറൊക്കെ ചാർജ് ചെയ്യണം. അവൻ്റെ കാറ് കൊണ്ടുവന്ന് അവനും വെറുതെ. ബാക്കിയുള്ള സാധനങ്ങൾ ഒതുക്കുന്ന പാടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തോരം സാധനം ഇനി പൈക്ക് ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു, അങ്ങനെ കിടക്കുന്ന കാര്യങ്ങൾ. എനിക്ക് ഉച്ചയ്ക്ക് PSCയുടെ ഒരു എക്സാം ഉണ്ട്, അതിന് പോകണം. പോയിട്ട് വരണം, വന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ വേണം. അപ്പോൾ എല്ലാം ഞാൻ പയ്യെ ചെറിയ ഷോർട്ട്സായിട്ട് കാണിച്ചു തരാം, പറ്റുന്ന പോലെയൊക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ അതേ വേഗം ഇച്ചിരി അച്ചാറിടണം, പരിപ്പൊന്ന് താളിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു പരിപാടികളും കൂടെ ഉണ്ട്. ഇനി പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരെ